ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ, അതിൻ്റെ കൂടെ നല്ല അടിപൊളി മന്തി. ഒരു ഹൈദരാബാദി സ്റ്റൈലുള്ളൊരു മന്തിയാണ്. ഞാൻ പെരുന്നാളിന് ട്രൈ ചെയ്തിരുന്ന റെസിപ്പിയാണിത്. അപ്പോൾ കഴിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. കാണുമ്പോൾ തന്നെ അറിയാം കിടിലനാണെന്ന്. അപ്പോൾ അത് എങ്ങനെയുണ്ട് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം മാരിനേറ്റ് ചെയ്യണം. ഇത് മന്തി മസാലയാണ്. മന്തി മസാല പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കാണിക്കുന്നില്ല, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മന്തി മസാല വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അത് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനിലേക്ക് 1.5 ടീസ്പൂൺ മന്തി മസാല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഇത് ചാട്ട് മസാലയാണ്. 1/2 ടീസ്പൂൺ ചാട്ട് മസാല. നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ചാട്ട് മസാല. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അതായത് ചിക്കനിലേക്കുള്ള ഉപ്പ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 2 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് നമ്മളിതൊരു പേസ്റ്റ് പരുവത്തിലാവാൻ വേണ്ടിയിട്ട് എത്ര വേണ്ടി വരും എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഫുൾ നാരങ്ങയുടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി മസാല ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇത് ഈ മസാല ഒന്നും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. ചെറുനാരങ്ങ നീര് വെച്ചിട്ട് തന്നെ അത് റെഡിയായി. ചെറുനാരങ്ങ നീര് ഒരു ഫുൾ നാരങ്ങയുടെ തന്നെ എടുക്കുക. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ അരി സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. 1 മണിക്കൂർ നേരം സോക്ക് ചെയ്യണം. ഇതിപ്പോൾ ജല്ല ബസ്മതി അരിയാണ്. സാധാ ബസ്മതി ആയാലും കുഴപ്പമൊന്നുമില്ല, ജല്ല ബസ്മതി ആണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം 1 മണിക്കൂർ നേരം വെള്ളത്തിൽ അവിടെ ഇട്ട് വയ്ക്കുക. 1 മണിക്കൂറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന വെള്ളമൊക്കെ കറക്റ്റായി കിട്ടും. ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. ഇതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ സാധാരണ ചിക്കൻ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുക അതുപോലെ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 1/4 കപ്പിൽ കൂടുതൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/2 കപ്പോളം എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. കാരണം ഈ എണ്ണ നമുക്ക് ഇനി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് എണ്ണയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ കുറച്ചെടുത്താൽ മതി. പക്ഷേ ഇത് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തന്നെ 1/4 കപ്പിൽ കൂടുതൽ എണ്ണ, ഏകദേശം 1/2 കപ്പോളം എണ്ണ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യണത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ചിക്കനൊക്കെ എല്ലാ പീസസും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് വേവണം, ഇതിൽ തന്നെ കിടന്ന് വേവണം. വേറെ നമ്മൾ ഇനി ഇത് വേവിക്കുകയൊന്നുമില്ല. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് ഉണ്ട്. അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, തുടക്കത്തിൽ ഞാൻ അരിപ്പയിലൂടെ അരിച്ചിട്ട് മാറ്റി വെച്ചിരുന്നതായിരുന്നു. ആ പൊടികളൊന്നും, ചിക്കൻ്റെ ആ പൊടികളൊന്നും ഇടരുത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു 4-5 കഷ്ണം പട്ട, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് അതിട്ട് കൊടുക്കുക. മുളക് എരിവ് കൂടുന്ന പേടിയുള്ളവർക്ക് 2 എണ്ണമൊക്കെ ഇട്ടാൽ മതി. ഞാൻ 3 കപ്പ് അരിയിലേക്ക് 3 മുളക് എടുത്തു എന്ന് മാത്രം. പിന്നെ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള മതി, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ റൈസിൽ ഇങ്ങനെ റൈസ് വെന്ത് കഴിയുമ്പം സവാള കാണുമൊന്നുമില്ല. ആ ഒരു പരുവത്തിൽ അത്രയ്ക്കും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് വാടിയാലൊന്നും പോരാ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വന്നോട്ടെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ മന്തി മസാല, അത് 1 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പെട്ട അതേ മസാലപ്പൊടി തന്നെയാണ്. അതുപോലെ 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പെന്ന് പറയുമ്പോൾ നമ്മൾ റൈസിലേക്കുള്ള ഉപ്പാണ് കേട്ടോ. 3 കപ്പ് അരിയിലേക്ക് ഏകദേശം എത്ര ഉപ്പ് വേണ്ടിയിരുന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇടുക. ചിക്കനിലേക്കുള്ള ഉപ്പ് നമ്മൾ ചിക്കനിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 കപ്പ് അരി എടുത്തതുകൊണ്ട് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏത് കപ്പിലാണോ അരി അളക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളം ഇളക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. തിളയ്ക്കുമ്പോൾ മാത്രം നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുള്ളൂ.
ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈ ലെമണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നോർമലി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. നന്നായി വെള്ളം വാർക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. നമ്മൾ വെള്ളം അളന്നിട്ടാണ് ഒഴിച്ചത്, അതുകൊണ്ട് തന്നെ അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി അരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്നും ഇളക്കി കൊടുക്കുക. ഈ എണ്ണ കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ. 1/4 കപ്പ് എണ്ണ നമ്മൾ ഒഴിച്ചെങ്കിലും അത് അത്രയും തന്നെ നമ്മൾ ഈ റൈസിലേക്ക് ആവശ്യമുണ്ട്. 3 കപ്പ് അരി ഉണ്ടല്ലോ, അപ്പോൾ അത്രയും തന്നെ നമുക്ക് വേണം. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് ഒരു 1-2 തവണ തുറന്നിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്ത്, എന്നാൽ ഓവറായിട്ട് അങ്ങ് ഒട്ടിപ്പോയിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവ് മറക്കണ്ട. അതായത് 1 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ച അരിയാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമ്മൾ റൈസിൻ്റെ മേലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. നടുവിൽ നമുക്ക് എന്താ പറയുക, ചാർക്കോൾ വെക്കാനുള്ളതാണ്. ഇനി നമ്മൾ ചാർക്കോൾ വെക്കാനുള്ള ഒരു ചെറിയ പാത്രം നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നടുക്കനെ വേണമെന്നില്ല, അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല, നടുക്കാണ് വെക്കണേന്ന് മാത്രം. ഇനി അതിലേക്ക് ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുക. ഒരു തുള്ളി മതി. കത്തിക്കൊണ്ടിരിക്കുന്ന ചാർക്കോളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഉടൻ തന്നെ അടച്ചു കൊടുക്കുക. ഇനി അവിടെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ നിന്നോട്ടെ. നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് മാത്രം തുറന്നാൽ മതി. അതുവരെ അവിടെ കിടന്നോട്ടെ. ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ വെച്ചു ചാർക്കോളും വെച്ച് അടയ്ക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിതാ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. കാരണം എല്ലാവർക്കും അറിയായിരിക്കും മന്തി ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആ സ്മെല്ല്. കാരണം ചാർക്കോളൊക്കെ പുകച്ചതിൻ്റെ ആ ഒരു സ്മോക്കി സ്മെല്ലും ടേസ്റ്റ് എല്ലാം കിട്ടും. അപ്പോൾ ആദ്യം ചിക്കൻ പീസസൊക്കെ ഇതിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ റൈസ് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തമ്മിലൊട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഓയിലൊക്കെ ചിലപ്പോൾ താഴെ പോയി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ സ്മോക്കി ടേസ്റ്റൊക്കെ ചിലപ്പോൾ മുകളിൽ മാത്രമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി. ഇനി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിക്കാം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ചിക്കനും അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ വൈറ്റ് സോസാണ് ചെയ്തിരുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം. അതുപോലെ നമ്മുടെ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കാം ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത നട്ട്സ് ഒന്ന് വിതറിയിട്ടുണ്ട്. അതുപോലെ മല്ലിച്ചപ്പ് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ വൈറ്റ് സോസ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാത്രമല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനാണെന്ന് മനസ്സിലാവും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് എത്ര സമയം വെക്കണോ അത്രയും ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ പറ്റുമെങ്കിൽ വെക്കുക. അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ല കിഡു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക. എന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണം. പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.